നമ്മുടെ മോട്ടർ അനങ്ങത്തില്ല, കുലിട്ടും. അത് കുരിശ് കണക്കായി. ശാശ്വതമായിട്ടുള്ളൊരു സംവിധാനമല്ല. ഇതിനാകെ 257 രൂപയാണ് നമുക്ക്. ഈ മോട്ടർ ഇതിന് നടുക്കേക്ക്. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധിക ചിലവില്ലാതെ കൂളർ നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കിയാലും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ക്രാപ്പ് കൊണ്ടാണ് നമ്മൾ കൂളർ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് വേണ്ട സാധനം തന്നെ കയ്യിൽ കിട്ടി. പഴയ ഒരു കൂളറിൻ്റെ കുറച്ച് പാർട്സുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് കൂളർ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ ഇവയൊക്കെയാണ്. എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളായതുകൊണ്ട് പേരെടുത്ത് പരിചയപ്പെടുത്തുന്നില്ല. ആകെ നമ്മൾ പണം മുടക്കി ഓർഡർ ചെയ്ത് വരുത്തിയത് ഒരു വാട്ടർ പമ്പ് മാത്രമാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. അന്നേരം അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയിട്ടുള്ളത്. റീറ്റെയിൽ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല വില വരുന്ന സാധനമാണ്. അടിച്ചിട്ടൊന്നും ഒട്ടുന്നില്ല. വലിയ ക്വാളിറ്റി പാക്കിംഗ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മളിത് ഓപ്പൺ എയറിലൊന്നും വർക്ക് ചെയ്ത് നോക്കരുത്, വെള്ളത്തിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യിക്കാവുള്ളൂ. എൻ്റെ പമ്പിന് കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആകെ ഇതിൻ്റെ അകത്ത് വരുന്ന ചിലവെന്ന് പറയുന്നത്. ഇതിനാകെ 257 രൂപയാണ്. നമുക്ക് ഫ്രീ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പൊടി വഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതിന് ഇത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണുന്നൊരു നെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ മൂടി വെക്കാനും ഈച്ച കൊതുകൊന്നും കിടക്കാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു നെറ്റാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ ഈ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് വെള്ളം നിറച്ചിട്ടാണ് ഈ വാട്ടർ കൂളർ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിവിടെ സ്ഥാപിക്കാനായിട്ട് വേണ്ടത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കെട്ട് കമ്പി 10-20 രൂപ എടുത്ത് നമുക്ക് അത്യാവശ്യം കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്നത്. അതിൽ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. എല്ലാവർക്കും സുഖമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫിറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കുറച്ച് കാലം കൂടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു കെട്ടുകമ്പി എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇടുക. ശേഷം നമ്മുടെ ഈ മോട്ടർ ഇതിന് നടുക്കേക്ക് വെക്കുക. തൊട്ടപ്പുറത്ത് ഇത് കണക്ക് ഹോളുണ്ട്. അപ്പോൾ അതിലൂടെ താഴേക്ക് കൊണ്ടുവരിക, തിരിച്ചെടുക്കുക, താഴെ പോവുക. താഴെ പോയി ഗൈസ്. അങ്ങനെ മോട്ടർ താഴെ പോയി ഗൈസ്. എടുത്തോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കെട്ടുകമ്പി ആയതുകൊണ്ട് തന്നെ ഇത് മുറുക്കുന്ന ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ ചെയ്താൽ കാണാനൊക്കെ ഭംഗിയായിരിക്കും. ഞാനൊരു സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇച്ചിരി അലമ്പായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി കെട്ടുകമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ 4 വശവും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇത് പോകാത്ത രീതിയിൽ. നമ്മൾ 3ാമത്തെ കെട്ടുകമ്പി ഇട്ട് ഇത് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മോട്ടർ അനങ്ങത്തില്ല, കുലിക്കാലും അനക്കാലും ഒന്നും പോകത്തില്ല, ഫിറ്റാണ്. ഇതിനടുത്ത് കൂളറിൻ്റെ അകത്തുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് പലരും ഓടും ഇഷ്ടികയൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കൂളറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഓട് ഇഷ്ടികയുള്ള സാധനങ്ങളൊന്നും തപ്പി നടക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് കൂളറിൻ്റെ അകത്തിരുന്ന ഈ സാധനം തന്നെ ഇളക്കിയെടുത്തു. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ PVC പൈപ്പ് ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ദ്വാരം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് PVC പൈപ്പ് പതിയെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഭയങ്കര പാടാണ്, സാധനം ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കമ്പി കൊണ്ട് അവിടെ ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വിട്ടു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ PVC പൈപ്പ് കൂടെ വട്ടം വെച്ച് ഇതൊന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് വെച്ചിട്ട് ഈ കെട്ടുകമ്പി കൊണ്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കാം. 2 ഭാഗവും നല്ല ടൈറ്റായിട്ട് മുറുക്കുക. കാക്കയെല്ലാം കൂടെ പോയി നമ്മുടെ വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. രക്ഷപ്രഭു പോകാൻ സമ്മതിക്കത്തില്ല. എന്തായാലും 2 വശവും നന്നായിട്ട് കെട്ടുകമ്പി കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. വലിയ ബലമൊന്നും ഇല്ലാത്ത സാധനമാണ്. ഇത് പേപ്പർ പോലത്തെ എന്തോ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. എന്തായാലും നനഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാര്യം ഈ കൂളറിൻ്റെ അകത്തൊക്കെ ഇരുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നനയുന്നതാണ്. എന്നിട്ടൊന്നും അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ സ്ക്രാപ്പായിട്ട് ആക്രി കടയിലൊക്കെ ചെന്നാൽ കിട്ടും. ഇപ്പോൾ നമ്മൾ വില കൊടുക്കേണ്ടി വന്നില്ല. നമ്മുടെ തന്നെ ഒരു പരിചയത്തിലുള്ളൊരു പുള്ളിയുടെ കടയിലാണ് ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗം ഇതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് കുഴപ്പമില്ല, നാളെ കാശുകാരനാകുമ്പോൾ ഓർത്താൽ മതിയെന്ന് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് ചുമ്മാ നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കെട്ടുകമ്പി ഉപയോഗിച്ച് ഒന്നുകൂടെ നല്ലപോലെ ടൈറ്റ് ചെയ്യാം. വെള്ളം വീഴുന്ന സമയത്ത് ഇത് PVC പൈപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വട്ടത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം ആവശ്യമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനൊരു സംവിധാനമാണ് കിട്ടുന്നത്. ഇങ്ങനെ രൂപം കിട്ടും. അത് കുരിശ് കണക്കായി. കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെള്ളത്തിൽ ഇറക്കി വെച്ചൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത സാധനം നമ്മളെടുത്തത് മോട്ടറുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്.
നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതാണ് നമ്മൾ നേരത്തെ നെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നൊരു സുനാപ്പി ഒരു കണക്ടറും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ പാക്കിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പാക്ക് എറിഞ്ഞ് കളഞ്ഞപ്പോഴാണ് ഇത് തെറിച്ച് വന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിലോട്ടൊന്ന് നമുക്ക് നല്ലപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. പോകത്തില്ല, കളിക്കാലൊന്നും പോകത്തില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് ഇരിക്കുന്നത്. നമുക്കതിൻ്റെ വയറ് ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുത്തിട്ട് നമുക്കിതുകൊണ്ട് ഇവിടെ ഒരു തുളയിട്ട് കൊടുക്കാം. അതായിരിക്കും നല്ലത്. വീട്ടിലെ നെറ്റാണ്. ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പം എലി കിട്ടാൻ സാധ്യതയുണ്ട് വീട്ടിൽ നിന്ന്. എന്തായാലും ഇതൊന്നിലേക്ക് എടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് പ്ലേസ് ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം. ഇതിങ്ങനെ ഇരുന്നാൽ ഓക്കെയാണ്. ഏകദേശം നമ്മുടെ വാട്ടർ കൂളറിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്തെ ആ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ എയർ കൂളറിൽ നിന്ന് തന്നെ എടുത്ത സ്ക്രാപ്പിൽ നിന്ന് എടുത്തൊരു മെറ്റീരിയലാണ്. ഇതായിട്ട് വരുമ്പോൾ നമ്മുടെ മോട്ടറിന് മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ PVC പൈപ്പ് അനങ്ങാതിരിക്കും. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ആടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ 2 പൈപ്പ് വെച്ച് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആകത്തില്ല. അപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അവിടേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് T ജോയിൻറ്റ് വെച്ച് കൊടുത്തിട്ട് 2 PVC പൈപ്പിൻ്റെ പീസുകൾ ഏകദേശം ഒരേ വലിപ്പമുള്ള ഏകദേശം ഈ വലിപ്പമൊക്കെ വരുന്ന 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വലിപ്പം മാത്രം വരുന്ന ഈ PVC പൈപ്പിൻ്റെ പീസുകൾ വെച്ചിട്ട് 2 എൽബോ ജോയിൻ്റ് എടുക്കുക. നമ്മളിതുമായിട്ട് കണക്ട് ചെയ്യുക. ഏകദേശം ഒരു 89% അല്ല 90% നമ്മൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റ് ചെയ്ത് വെക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ പമ്പ് ചെയ്തു വരുന്ന വെള്ളം ഇതിലൂടെ വന്ന് ഈ 2 ഭാഗത്തുകൂടിയാണ് ഇതിലേക്ക് വീഴുന്നത്. പിന്നെ അത് ഇതിൻ്റെ ഇടയിലൂടെ തുള്ളിയായിട്ട് വീണ്ടും താഴേക്ക് വരുന്നു. അത് വീണ്ടും ഇതേ പമ്പ് തന്നെ പമ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. അത് വീണ്ടും താഴേക്ക് വരുന്നു. അതിനിടയിലാണ് നമ്മൾ ഇനി ഒരു ഫാൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഫാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഫാനുകളൊക്കെ ഉണ്ടെങ്കിൽ വല്ല മോട്ടറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ആ കൂളർ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഫാൻ അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കപ്പാസിറ്ററിൻ്റെ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഏകദേശം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു പരിപാടിയാണ് നോക്കുന്നത്. ഏകദേശം നമ്മുടെ വാട്ടർ കൂളറിൻ്റെ വർക്കൊക്കെ പൂർത്തിയായി. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഉരുളിക്കകത്ത് അത്യാവശ്യം വെള്ളം എടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മറ്റ് പാർട്ടുകൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യിക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്തിന് ചെയ്യാനായിട്ട്. ഇനി നമുക്കൊരു ഫാനിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുത്ത ഒരു കൂളർ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂളർ ഏകദേശം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണുപ്പ് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കൊരു ഫാനിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സ്ക്രാപ്പ് എയർ കൂളറിൽ നിന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വെള്ളമെല്ലാം തറയിലൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറികളിലൊന്നും വെക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സംവിധാനമല്ല. പലരും ഇതിൻ്റെ വീഡിയോ ഇത് നിർമ്മിച്ചിടുന്നത് പലരും മുറികളിലൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാം. അപ്പം അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു സംവിധാനമല്ല. ഇതിൻ്റെ വെള്ളത്തരികളെല്ലാം തെറിച്ച് വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രത്തിലാണ് ഈ മോട്ടർ ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. എന്നാലും മുറികളിലൊന്നും എന്നാലും നമുക്ക് വീട്ടിൽ പശു ആട് അല്ലെങ്കിൽ അതുപോലുള്ള മുയൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തണുപ്പ് കിട്ടാനായിട്ട് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം തണുപ്പ് കിട്ടാനായിട്ടുള്ളൊരു സംവിധാനത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. ആകെ നമുക്ക് 287 രൂപ പ്ലസ് ആ ഒരു കമ്പി കെട്ട് കമ്പി വാങ്ങിക്കുന്നതിനുള്ള ആ ഒരു ചിലവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചൂടിനനുസരിച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഈ വെള്ളത്തിലിട്ട് നല്ലപോലെ തണുപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ തണുപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.